അങ്ങനെ ദേ ഓവർലോഡ് വെച്ച് അമ്മ വീട്ടിൽ നിന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് രണ്ട് വീടും തമ്മിലുള്ളത്. അത് കാരണം കൊണ്ട് പോക്കുവരവൊക്കെ പെട്ടെന്ന് തന്നെ നടക്കാറുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചേട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് അനിയനെയും അനിയത്തിനെയും കൂട്ടി എവിടേക്കെങ്കിലും പോവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഒരു പറച്ചിലവിടെ അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എന്നത്തെയും പോലെ തന്നെ വീട്ടിലെത്തി പപ്പയായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇരുന്നും കിടന്നും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ചേട്ടായിയാണ് അവരോട് ചോദിച്ചത് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്ന് ചോദിച്ചിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി രണ്ടുപേരും വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും ദേ റോഡിൽ വെച്ചിട്ടാണ് എവിടേക്ക് പോവാന്ന് വരെ പ്ലാൻ ചെയ്തത്. ശരിക്കും എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഡിമാൻഡ് ഇടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അയ്യോ ഇപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവുകഴിവ് പറയുന്ന ആൾക്കാരെക്കാളും നല്ലത് ഇങ്ങനെ വിളിച്ച പെട്ടെന്ന് വരുന്ന ആൾക്കാരെ കൊണ്ട് പോകുന്നതാണ്. ആ ഒരു രീതി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളെ കുറച്ച് ട്രിപ്പുകളൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ദേ ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഈ ഒരു പള്ളിയുടെ വകയാണ് ആ സ്കൂളുള്ളത്. ദേ ഈ പള്ളിയുടെ വക. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഓടിക്കളിച്ച് നടന്ന ഓർമ്മകളൊക്കെ അയവിറക്കി ഞങ്ങൾ ദേ അവിടുന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് ദൂരമുണ്ട് ഞങ്ങൾ ഫിക്സ് ചെയ്ത സ്ഥലത്തിന്. അപ്പോൾ ദേ ചെറിയൊരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾ ഏകദേശം ദേ സ്ഥലത്തെത്താറായി. കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മോനെ എടുക്കാഞ്ഞ്. കാരണം തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. അത് കാരണം കൊണ്ട് അവനെ എടുക്കാഞ്ഞ്. അപ്പോൾ ദേ സ്ഥലം എത്തി. നമ്മൾ വാഴാനി ഡാമിലേക്കാണ് വന്നേക്കുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ചുറ്റിപ്പറ്റിയാണ് കിടക്കണമെന്ന് പറഞ്ഞാലും നമ്മളിതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ദേ അവിടെ എത്തി പാർക്ക് ചെയ്തു. അത്യാവശ്യം ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു കയറി വഴിക്ക് തന്നെ നമുക്ക് ഓരോന്നോരോന്ന് കാണാൻ തുടങ്ങി. ശരിക്കും നമ്മുടെ ഉള്ളിലെ കുട്ടികളൊക്കെ പുറത്ത് ചാടി എന്ന് വേണമെങ്കിൽ പറയാം. കുറേ നാളായി ഊഞ്ഞാലാടിയിട്ട്. അപ്പോൾ ദേ നമ്മളതിരുന്ന് ആസ്വദിച്ചാടി. ഞാൻ മാത്രമല്ല ഞങ്ങളെ എല്ലാവരും ആടി. അപ്പോൾ ദേ ഒരുത്തൻ എന്നെ വന്ന് സ്പീഡിലാട്ടി വിട്ടു. കുറച്ച് നാളായി ഊഞ്ഞാലാടിയതുകൊണ്ടും പിന്നെ നമുക്ക് ഇച്ചിരി വയസ്സായതുകൊണ്ടും എനിക്ക് നല്ല പേടിയായിരുന്നു അതിനകത്തിരുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടായി ആടി, അനിയനാടി, അനിയത്തി ആടി. അങ്ങനെ എല്ലാവരും അവരവരുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് സമയം ഭയങ്കര ചില്ലായിട്ട് അടിച്ചു പൊളിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം എനിക്ക് തോന്നി ഞങ്ങൾ 4 പേരും ഒരേ വൈബുള്ള ആൾക്കാരാണെന്ന്. അപ്പോൾ ഒരുപാട് ഇതിനകത്ത് നീട്ടി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോറടിക്കൂലേ. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ഈ ഒരു ഇത് അവസാനിപ്പിക്കാം. ഇനി അടുത്തത് നമുക്ക് വേറൊരു പാർട്ടായിട്ട് ഇടാം അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും